വർഷങ്ങൾക്ക് മുൻപ് ലണ്ടനിൽ നിന്ന് കൽക്കട്ടയിലേക്ക് ഒരു ബസ് റൂട്ട് ഉണ്ടായിരുന്നു. നിറയെ യാത്രക്കാരുമായുള്ള ഒരു ബസ് യാത്ര. ആൽബർട്ട് ട്രാവൽ എന്ന കമ്പനിയാണ് രസകരവും സാഹസികവുമായ ഈ യാത്ര നടത്തിയിരുന്നത്. ഈ യാത്ര നിലച്ചിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. 1957 ഈ യാത്ര തുടങ്ങുന്നത്. ജൂൺ 5 തുടങ്ങിയ ദീർഘയാത്ര പല രാജ്യങ്ങളും പല വിധത്തിലുള്ള കാലാവസ്ഥയും മലകളെയും താഴ്വാരങ്ങളെയും അതിജീവിച്ച് 50-ാം ദിവസം കൊൽക്കത്തയിൽ എത്തിച്ചേരും. രസകരവും സാഹസികവുമായ ഈ ബസിന്റെ റൂട്ട് ഇങ്ങനെയായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നും ബെൽജിയം, അവിടെ നിന്ന് പശ്ചിമ ജർമ്മനി, ഓസ്ട്രിയ, യൂഗോസ്ലാവിയ, ബൾഗേറിയ, തുർക്കി, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക്. യാത്രയോടൊപ്പം വിനോദവും ടൂറിസവും ഇതിന്റെ ഭാഗമായിരുന്നു. ഇന്ത്യയിൽ കടന്നു കഴിഞ്ഞാൽ പല ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും സ്റ്റോപ്പുണ്ട്. ന്യൂഡൽഹി, ആഗ്ര, അലഹബാദ്, ബനാറസ് വഴി കൽക്കട്ടയിൽ എത്തിച്ചേരും. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബസ് റൂട്ട്, ഏകദേശം 32,669 കിലോമീറ്റർ. യാത്രക്കിടയിൽ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ കാണാനും ഷോപ്പിങ്ങിനും സമയം അനുവദിച്ചിരുന്നു. ടെഹ്റാൻ, കാബൂൾ, ഇസ്താംബുൾ എന്നിവിടങ്ങളിലെ ഷോപ്പിംഗ് വിസ്മയം ആസ്വദിച്ചുള്ള യാത്ര. ഈ യാത്രയുടെ ചിലവ് വന്നിരുന്നത് 85 പൗണ്ട്, അതായത് ഇന്ത്യൻ മണി 8019 രൂപയായിരുന്നു. കമ്പനി വക ഭക്ഷണമായിരുന്നു യാത്രയ്ക്ക്. വർഷങ്ങൾക്ക് ശേഷം ബസ്സിന് ഒരു അപകടം സംഭവിച്ചു. ബസ്സിന്റെ ബോഡി തകരാറിലായി. പിന്നീട് ഈ ബസ് ആൻഡി സ്റ്റുവർട്ട് എന്ന ബ്രിട്ടീഷുകാരൻ വാങ്ങുകയും പിന്നീട് ഡബിൾ ഡെക്കർ ബസ്സാക്കി മാറ്റി വീണ്ടും യാത്ര തുടങ്ങുകയും ചെയ്തു. ആൽബർട്ട് എന്നായിരുന്നു ബസ്സിന് പേരിട്ടത്. അങ്ങനെ മറ്റൊരു കൗതുകകരവും സാഹസികവുമായ ട്രിപ്പ് തുടങ്ങി. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്ന് ആരംഭിച്ച യാത്ര കൽക്കട്ടയിൽ എത്തിച്ചേർന്ന് പിന്നീട് ലണ്ടനിലേക്ക്. 132 ദിവസം നീളുന്നൊരു ബസ് യാത്ര. വിവിധ രാജ്യങ്ങളും സംസ്കാരങ്ങളും കാലാവസ്ഥകളും അനുഭവിച്ചുള്ള സഞ്ചാരപ്രേമികളെ ആവേശം കൊള്ളിക്കുന്ന യാത്രയായിരുന്നു അത്. ലണ്ടൻ വഴി പാകിസ്ഥാൻ, ഇന്ത്യയിൽ എത്തുന്ന ബസ് കൽക്കട്ട വഴി ബർമ്മ, തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂരിൽ നിന്ന് കപ്പൽ മാർഗം ഓസ്ട്രേലിയയിലെ പെർത്തിൽ, പിന്നീട് റോഡ് മാർഗം സിഡ്നിയിലേക്ക്. ഇതിന് ചാർജ് വരുന്നത് 145 പൗണ്ട്, ഏകദേശം 15,000 രൂപ. മനുഷ്യന്റെ മനസ്സുകളിൽ വിഷം നിറയുകയും എങ്ങും പ്രശ്നങ്ങളും ഭീതിപ്പെടുത്തുന്ന വാർത്തകളും വന്നതോടുകൂടിയാണ് ഈ മനോഹരമായ ദൂരയാത്ര അവസാനിക്കുന്നത്. ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങൾ കൂടുതൽ കലുഷിതമായതോടെ ബസ് പോകുന്ന റൂട്ടുകൾ വിഷമകരമായി. പതിയെ ബസ്സിൽ യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു. യാത്രയിൽ പല രാജ്യങ്ങൾ കടന്നു പോകേണ്ടതുണ്ടായിരുന്നത് ബുദ്ധിമുട്ടായി മാറി. പല സ്ഥലങ്ങളിലെയും ആഭ്യന്തര വിഷയങ്ങൾ യാത്രികരുടെ ജീവന് ഭീഷണിയാകുമെന്നതുകൊണ്ട് സഞ്ചാരികളുടെ എക്കാലത്തെയും വികാരമായിരുന്ന ആൽബർട്ട് എന്ന ബസ്സിലെ യാത്ര 1976 നിർത്തിവെച്ചു. ഈ ബസ്സിൽ ഇന്നത്തെ പല ബസ്സിലും ഉള്ളതിനേക്കാൾ മികച്ച സൗകര്യമുണ്ടായിരുന്നു. പുസ്തകങ്ങൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, AC, ഹീറ്റർ, പാട്ട് കേൾക്കാനുള്ള സൗകര്യം, അക്കാലത്തെ ഏറ്റവും വലിയ ആഡംബരം. സഞ്ചാരപ്രേമികൾക്ക് തീരെ നഷ്ടമായിരുന്നു ഈ ബസ് യാത്ര നിർത്തിയത്. മതങ്ങളും രാജ്യങ്ങളും പരസ്പരം തമ്മിൽ തല്ലാത്ത ലോകത്ത് മാത്രമേ സന്തോഷകരമായ ജീവിതവും ഉല്ലാസവും മനുഷ്യനുണ്ടാകുകയുള്ളൂ എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആൽബർട്ട് ബസ്സിലെ യാത്ര.